സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ നടൻ ശ്രീനിവാസൻ നമ്മളോട് പിരിഞ്ഞു പോയി. പക്ഷെ ശ്രീനിവാസൻ പിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സിനിമാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ തിരക്കഥയൊന്നും നമ്മുടെ മനസ്സിൽ നിന്നൊരിക്കലും മാറത്തില്ല. മലയാളികളുള്ളിടത്തോളം കാലം മലയാളത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ശ്രീനിവാസനെ മറക്കത്തില്ല. ഞാൻ ആദ്യമേ ശ്രീനിവാസനെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് ഏകദേശം എൻ്റെ പ്രായമാണ് അദ്ദേഹത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നാടാണോ ഇനിയെങ്കിലും ആണോ അങ്ങനെയുള്ളൊരു ഐ.വി. ശശിയുടെ പടത്തിനകത്താണ് അദ്ദേഹം ഒരു മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥി നേതാവായിട്ട് ഒരു പിക്ചറിനകത്ത് ഈ നാടാണോ ഇനിയെങ്കിലും ആണോ അതെനിക്കറിയത്തില്ല, ഇതിനകത്ത് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നേരം പുള്ളിക്ക് വലിയ ഗ്ലാമറൊന്നുമില്ല, മമ്മൂട്ടിയോ മോഹൻലാലോ രതീഷോ അങ്ങനെയുള്ളതല്ല. പക്ഷേ പുള്ളിക്കാരൻ പുള്ളി നാച്ചുറലായിട്ട് അഭിനയിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിക്കാരൻ ചെറിയ ചെറിയ റോളുകളൊക്കെ വന്നിട്ട് പിന്നെ യവനികയ്ക്കകത്ത് കെ.ജി. ജോർജിൻ്റെ യവനികയ്ക്കകത്ത് പുള്ളി ആ നാടകത്തിൻ്റെ തിലകനാണ് നാടക ട്രൂപ്പിൻ്റെ അവിടുത്തെ ഒരു ഓഫീസ് ഭാരവാഹിയായിട്ട് അഭിനയിക്കുന്നത്. അത്രയൊക്കെ ചെറുത്. അത് കഴിഞ്ഞിട്ട് പുള്ളി മെല്ലെ വളർന്നെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിവ് കൊണ്ട് വളർന്നതാണ്. പുള്ളിക്കാരന് ഈ സാമൂഹിക ചിന്തകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണ മന്ത്രം, വടക്ക് നോക്കി യന്ത്രം, അതുപോലുള്ള പിക്ചറുകൾ ഒക്കെ ആയി. അത് പിന്നെ ലാസ്റ്റ് ചിന്താവിഷ്ടയായ ശ്യാമള, പിന്നെ പൊന്മുട്ടയിടുന്ന താറാവ്, ഇതൊക്കെ നേരത്തെ ഇതിനെക്കാട്ടിൽ അങ്ങനെയുള്ള പിക്ചറുകൾ കൊണ്ട് നമ്മളെ ഒക്കെ പുള്ളിക്കാരൻ ഒരു സാധാരണക്കാരൻ്റെ ഒരു രീതിയിൽ, സാധാരണക്കാരൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മുടെ എല്ലാം മനം കവർന്ന ഒരു അഭിനേതാവും തിരക്കഥാകൃത്തും എല്ലാമായിരുന്നു ശ്രീനിവാസൻ. പുള്ളിക്കാരൻ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു, അല്ലാതെ വലിയ ജാടയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പുള്ളിക്കാരൻ പിക്ചറിലൂടെ പറയുന്നതെല്ലാം വളരെ ഇതായിട്ട് പറയുമായിരുന്നു. പിന്നെ ഒത്തിരി പിക്ചറുകളുണ്ട്, അക്കരെ ഈ പട്ടണപ്രവേശം അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട്. ഒത്തിരി പിക്ചറുകളിൽ പുള്ളിക്കാരൻ നമ്മളായിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. എല്ലാവിധ പുള്ളിക്കാരൻ്റെ നമ്മുടെ ഈ മരണാനന്തരം ഒരു ഇതുണ്ടെങ്കിൽ അദ്ദേഹം വളരെ നല്ലതായിട്ട് മരണാനന്തര ജീവിതത്തിൽ പുള്ളിക്കാരൻ കഴിയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.